വടകര ഡയമണ്ട് ഹെൽത്ത് കെയറിന്റെ നേതൃത്വത്തിൽ സൗഖ്യ പദ്ധതിയുടെ ഭാഗമായി താലൂക്കിലെ ടൈപ്പ് 1 ഡയബറ്റിക് കുട്ടികൾക്ക് ഗ്ലൂക്കോസ് നിരീക്ഷണ ഉപകരണങ്ങൾ സൗജന്യമായി നൽകി. ഉപകരണ വിതരണം വടകര MLA KK രമ നിർവഹിച്ചു. എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം. ഫാമിലി വെഡിംഗ് സെന്റർ. ജില്ലാ ഭരണകൂടത്തിന്റെ സൗഖ്യ പദ്ധതിയുടെ ഭാഗമായാണ് വടകര ഡയമണ്ട് ഹെൽത്ത് കെയറിന്റെ നേതൃത്വത്തിൽ താലൂക്കിലെ ടൈപ്പ് 1 ഡയബറ്റിക് കുട്ടികൾക്ക് ഗ്ലൂക്കോസ് നിരീക്ഷണ ഉപകരണങ്ങൾ സൗജന്യമായി നൽകിയത്. താലൂക്കിലെ അർഹതപ്പെട്ട 70 കുട്ടികൾക്കാണ് ഉപകരണം നൽകിയത്. 4000 രൂപ വില വരുന്ന ഉപകരണം ശരീരത്തിൽ തന്നെ ഘടിപ്പിക്കുന്നതുകൊണ്ട് ഇടയ്ക്കിടെ രക്തപരിശോധന നടത്താതെ തന്നെ ഗ്ലൂക്കോസിന്റെ അളവ് മനസ്സിലാക്കാൻ കഴിയും. ടൈപ്പ് 1 കുട്ടികളെ സമൂഹത്തിന്റെ മുഖ്യധാരയിൽ കൊണ്ടുവരിക എന്നതാണ് പദ്ധതിയുടെ ലക്ഷ്യം. ഉപകരണ വിതരണം വടകര MLA KK രമ നിർവഹിച്ചു. കഴിഞ്ഞ മാർച്ച് മാസം അത് നിയമസഭയിൽ കൊണ്ടുവരാൻ ഒരു സബ്മിഷനായിട്ട് നമുക്ക് കൊണ്ടുവരാനുള്ള അടിയന്തര സബ്മിഷൻ അനുമതിക്ക് വേണ്ടി നമ്മൾ കൊടുത്തതും അത് അനുവദിക്കപ്പെടുകയും ചെയ്തു. അനുവദിക്കപ്പെട്ട് നമ്മളത് വളരെ കൃത്യമായിട്ട് അത് അവതരിപ്പിച്ചു. അത് സർക്കാരിന്റെ ശ്രദ്ധയിലേക്ക് അത് കൊണ്ടുവന്നു. അപ്പം അതിന് തന്ന മറുപടിയും നേരത്തെ സൂചിപ്പിച്ചു. തീർച്ചയായിട്ടും പോസിറ്റീവായിട്ട് തന്നെയാണ് ഗവൺമെന്റ് അതിനകത്ത് കാണുന്നത്. പക്ഷേ നിലവിലുള്ള സാമ്പത്തിക പ്രതിസന്ധിയിൽ ഇത് എങ്ങനെ കൊണ്ടുപോകും എന്നതിനെ സംബന്ധിച്ച്, അപ്പൊ സാമ്പത്തിക ഭദ്രത ഉണ്ടായി കഴിഞ്ഞാൽ നമുക്ക് അതിനെ സംബന്ധിച്ച് ഇതിന്റെ ആവശ്യകതയെ സംബന്ധിച്ച് ആലോചിക്കാം എന്നൊരു ഉറപ്പ് ആണ് മന്ത്രി ആ സഭയിൽ തന്നത്. പക്ഷേ അത് ഒരു ഉറപ്പിൽ മാത്രമായിട്ട് ഒതുങ്ങരുതെന്നും ഇനി അതിനങ്ങോട്ടേക്ക് നമുക്ക് അടിയന്തരമായിട്ട് ഇത് മാത്രമല്ല, ഒരു ക്ലിനിക്ക് മാത്രമല്ല, നമുക്ക് തീർച്ചയായിട്ടും ഈ ഡിവൈസ് അത് സർക്കാരിന്റെ തലത്തിൽ തന്നെ നമ്മുടെ കുട്ടികൾക്ക് ലഭ്യമാകുന്ന തരത്തിലേക്കുള്ള ഒരു പദ്ധതി അത് ബഡ്ജറ്റിൽ ഉൾപ്പെടെ നീക്കിവെച്ചുകൊണ്ടുള്ള ഒരു വലിയ വിഹിതം നമ്മുടെ നാടിന് ആവശ്യമാണ്. കാരണം നമ്മുടെ ഒരു വീട്ടിലെ സംബന്ധിച്ച് ഇപ്പം ഇത് കണക്കൂട്ടും ഏകദേശം 5000 രൂപ ഒരു മെഷീന് വരികയാണ്. അതൊരു 14 ദിവസം മാത്രമേ ഉപയോഗിക്കാൻ സാധിക്കുള്ളൂ. 14 ദിവസം കഴിഞ്ഞാൽ അതിന്റെ ഉപയോഗം കഴിയുന്നു. അപ്പോൾ ഒരു മാസം 2 മെഷീൻ വേണ്ടിവരും. അപ്പോൾ ഒരു കുടുംബത്തിന് ഒരു 10,000 രൂപ ഒരു മാസം ഇതിനു വേണ്ടി മാത്രം നീക്കി വെക്കുക എന്ന് പറയുന്നത് താങ്ങാൻ സാധിക്കുന്നതല്ല. ഒരു വർഷം ഏകദേശം 1,20,000 രൂപയും അധികം ഈ ഡിവൈസിന് വേണ്ടി മാത്രം വരികയാണ്. അപ്പൊ ഡിവൈസ് മാത്രം, അത് ഡിവൈസ് നമുക്കൊരളാമാണ്. അത് നമ്മുടെ ഈ സമയത്ത് ഇൻസുലിൻ കൂടിക്കഴിഞ്ഞാൽ, അത് നമ്മളെ ഡയബറ്റിക് വർദ്ധിച്ചു കഴിഞ്ഞാൽ, അതിന്റെ അളവ് കൂടിക്കഴിഞ്ഞാൽ നമുക്ക് തരുന്ന ഒരു മുന്നറിയിപ്പാണ്. അപ്പോൾ അത് കഴിഞ്ഞാൽ അതിന്റെ ഇൻസുലിൻ എടുക്കണം, അതിന്റെ അളവ് കുറച്ചു കൊണ്ടുവരണം, അതിന് മരുന്ന് വേണം, അതിന്റെ മറ്റ് ചികിത്സകൾ വേണം. അപ്പോൾ ഒരു കുടുംബം എന്ന് പറയുന്നത് വലിയ തരത്തിലേക്ക് 10,000-20,000 രൂപ ഒരു മാസം ഒരു ടൈപ്പ് 1 ഡയബറ്റിക് കുട്ടി ഒരു വീട്ടിലുണ്ടെങ്കിൽ ആ കുടുംബത്തിന് ഏകദേശം 20,000-ലധികം രൂപ ഇതിന് മാത്രമായിട്ട് വരികയാണ്. നമ്മുടെ സാധാരണ ഈ നാട്ടിലെ കുടുംബങ്ങൾക്ക് ഇത് എത്രമാത്രം അഫോർഡ് ചെയ്യാൻ സാധിക്കും? കഴിയാവുന്ന ഒരു സാഹചര്യമല്ല. അതിനുള്ള ഹെൽപ്പ് എല്ലാ ഭാഗത്തുനിന്നും ഉണ്ടാവുക എന്നുള്ളതാണ് ഏറ്റവും അനിവാര്യമായ കാര്യം. ചടങ്ങിൽ ബസ്റ്റീഡ് ഡയബറ്റിക് കെയർ ചെയർമാൻ ഡോക്ടർ മുഹമ്മദ് അഫ്രോസ് അധ്യക്ഷത വഹിച്ചു. ഡയറ്റ് പ്രിൻസിപ്പൽ ഡോക്ടർ UK അബ്ദുൽ നാസർ, ടൈപ്പ് 1 ഡയബറ്റിക് വെൽഫെയർ സൊസൈറ്റി സംസ്ഥാന സെക്രട്ടറി അബ്ദുൽ ജലീൽ, IMA പ്രസിഡന്റ് ഡോക്ടർ മുഹമ്മദ് മുല്ലക്കാസ്, IMA സംസ്ഥാന എക്സിക്യൂട്ടീവ് മെമ്പർ ഡോക്ടർ KM അബ്ദുള്ള, ഡയമണ്ട് ഹെൽത്ത് കെയർ മാനേജിംഗ് ഡയറക്ടർ KK മുനീർ, ഏഞ്ചൽസ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ PP രാജൻ, ടൈപ്പ് 1 ഡയബറ്റിക് ഫൗണ്ടേഷൻ ഓഫ് ഇന്ത്യ ജനറൽ സെക്രട്ടറി പ്രശാന്ത് മണി, ടൈപ്പ് 1 ഡയബറ്റിക് വെൽഫെയർ സൊസൈറ്റി സംസ്ഥാന പ്രസിഡന്റ് TR വിജേഷ്, ജില്ലാ സെക്രട്ടറി ഷാന വിജേഷ് തുടങ്ങിയവർ ചടങ്ങിൽ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ മീഡിയ വടകര. അല്ല, ഇന്ന് നല്ല സന്തോഷത്തിലാണല്ലോ. അതെ, സന്തോഷത്തിലാണ്. കാരണം ഞാനിപ്പോ പാചകം ചെയ്യുന്നതേ മയൂരം വെളിച്ചെണ്ണ ഉപയോഗിച്ചാണ്. പുതിയ മയൂരം കോക്കനട്ട് ഓയിൽ, കലർപ്പില്ലാത്ത ശുദ്ധമായ വെളിച്ചെണ്ണ. കർഷകരിൽ നിന്ന് നേരിട്ട് ശേഖരിക്കുന്ന നാളികേരം സൾഫറും പുകയും ഏൽക്കാതെ ഉണക്കിയെടുത്ത കൊപ്രയിൽ നിന്നും സംസ്കരിച്ചെടുക്കുന്ന 100% ശുദ്ധമായ വെളിച്ചെണ്ണ. ഇത്രയും നല്ല വെളിച്ചെണ്ണ ഇപ്പോൾ നിങ്ങൾക്ക് വിപണിയിൽ ലഭിക്കുകയില്ല. മയൂരം വെളിച്ചെണ്ണ, ഒരു ഏറെമല സർവീസ് സഹകരണ ബാങ്ക് സംരംഭം.